ഹായ് മക്കൾസ്, ക്രിസ്മസ് എക്സാമിനും ഓണം എക്സാമിനും, അതായത് ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവേണ്ട ചാപ്റ്റർ ക്രിസ്മസിനില്ലാതെ മാറ്റി വെച്ചൊരു ചാപ്റ്ററാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ, പ്രൈസ് ആൻഡ് മാർക്കറ്റ്, വിലയും വിപണി എന്നുള്ള ചാപ്റ്റർ. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുകളും നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന്. ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് ഫിക്സഡ് ഇൻപുട്ടും പിന്നെ അതുപോലെ തന്നെ വേരിയബിൾ ഇൻപുട്ട്. എന്താണ് സ്ഥിര നിവേശങ്ങൾ ആൻഡ് അസ്ഥിര നിവേശങ്ങൾ? എന്താണ് മക്കളെ ഫിക്സഡ് ഇൻപുട്ട് എന്ന് പറയുന്നത്? അതായത് കുറഞ്ഞ ഷോർട്ട് പീരീഡിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ കഴിയാത്ത സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഫിക്സഡ് ഇൻപുട്ട്. എക്സാമ്പിൾ പറഞ്ഞാൽ ലാൻഡ് ഓർഗനൈസേഷൻ, ഭൂമി സംഘാടനം. എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന നിവേശങ്ങൾ അല്ലെങ്കിൽ ഇൻപുട്ടിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ വേരിയബിൾ ഇൻപുട്ട് അല്ലെങ്കിൽ അസ്ഥിര നിവേശങ്ങൾ എന്ന് വിളിക്കും. ഇനി എന്താണ് അതുപോലെ തന്നെ ഡിമാൻഡ് സപ്ലൈ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പറയുന്ന ഡിമാൻഡ് സപ്ലൈ, അതായത് നമ്മൾ പറയുന്ന ചോദനം അതുപോലെ തന്നെ പ്രധാനം. എന്താണ് ചോദനം? അതുപോലെ തന്നെ എന്താണ് പ്രധാനം? ചോദനം പ്രധാനം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഉണ്ട് കേട്ടോ മക്കളെ, ഗ്രാഫ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കർവ് എന്നാണ് വിളിക്കുക, കർവ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ ഷെഡ്യൂള്, അതായത് എന്താ പട്ടികകൾ. ഈ കാര്യങ്ങൾ 3 എന്ത് ചെയ്യണം മക്കൾ പഠിച്ചേക്കണം. പിന്നെ വരുന്നതാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തുലിത വില. ഇതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അസന്തുലിത വിലയും പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഈ കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ഉറപ്പായിട്ട് ടേബിള്, ഗ്രാഫ്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഗ്രാഫ് എവിടുന്നാണ്? OX എന്ന് പറഞ്ഞാൽ എന്താ? DD എന്ന് പറഞ്ഞാൽ എന്താ? ആ ഗ്രാഫിന്റെ ഭാഗം കറക്റ്റായിട്ട് നോക്കിക്കോളൂ. ഗ്രാഫ്, ആ ടേബിള്, അതെന്തായാലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മക്കളെ, എന്തൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ എവിടെയും സാധനം വാങ്ങാൻ നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിലിരുന്നിട്ട് തന്നെ വാങ്ങാം, വേൾഡിന്റെ ഏത് ഭാഗത്ത് നിന്നിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഒരുപാട് ചൂസ് ചെയ്യാനുള്ള ഒരുപാട് എന്തുണ്ട് സാധനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി, പിന്നെ ഓൺലൈൻ്റെ ഹെൽപ്പോട് കൂടിയാണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിലൂടെ പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ? ഇതാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെ, അല്ലെ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ട് തുടക്കത്തിൽ, ഉൽപാദന ധർമ്മങ്ങൾ അത് പഠിക്കണേ. പിന്നെ നിവേശങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സാധനങ്ങൾ ഉണ്ടാക്കാൻ അതിലുപയോഗിക്കുന്ന ഇതിനാണ് ഇപ്പോൾ റോ മെറ്റീരിയൽസിനെയാണ് നിവേശങ്ങൾ എന്ന് വിളിക്കും. ഇപ്പോൾ ഈ ടീഷർട്ട് ഉണ്ടാക്കാൻ ഇതിൽ എന്തൊക്കെ വേണം? നമ്മൾ കോട്ടൺ, പരുത്തി വേണം, പിന്നെ അതുപോലെ തന്നെ ബട്ടൺസ്, പിന്നെ കളർ വേണം. ഇതൊക്കെ നിവേശങ്ങൾ നിൽക്കും. ഈ നിവേശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാധനം ഉണ്ടാക്കി വന്നപ്പോൾ എന്തായി? ടീഷർട്ടായി. ഈ ടീഷർട്ടിനെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. സെറ്റല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പോൾ അടിപൊളിയാവുക, പഠിക്കുക, ഹാപ്പി ആയിരിക്കുക. താങ്ക്